ഹലോ എവരിവൺ, വെൽക്കം ടു ദിഷ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് NTPC എക്സാമിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ്. അപ്പോൾ NTPC എക്സാമുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിൽ വരുന്ന എക്സാമുകളാണ് NTPC എക്സാമുകൾ എന്ന് പറയുന്നത്. പൊതുവേ നമുക്കുള്ള ഒരു പ്രശ്നമാണ്, നമ്മൾ എക്സാമുകൾ എഴുതും, പക്ഷേ നമുക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാവത്തില്ല. നമുക്ക് അൺഅവെയർ ആയിരിക്കും അതിനെ പറ്റിയിട്ട്, അല്ലേ? അപ്പോൾ നമ്മൾ CGL എഴുതുന്നു, CHSL എഴുതുന്നു, എക്സാംസ് അറിയാം. നമുക്ക് SSCയുടെ കീഴിൽ CGL, CHSL, MTS, അതുപോലെ റെയിൽവേയുടെ കീഴിൽ വരികയാണെങ്കിൽ NTPC തുടങ്ങിയ എക്സാമുകളുണ്ട്. പക്ഷേ നമുക്കറിയില്ല ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് നമ്മൾ ഈ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നതെന്ന് നമുക്ക് ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ അൺഅവെയർ ആയിട്ടിരിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്, അല്ലേ? അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NTPC പോസ്റ്റുകളെ പറ്റിയിട്ട്. നിങ്ങൾ NTPC എക്സാം എഴുതുകയാണെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെടാം, നിങ്ങളുടെ സാലറി അപ്പോൾ എത്രയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ NTPC എക്സാമുകൾ എഴുതുമ്പോൾ നമുക്ക് ആദ്യമേ അറിയണം NTPC എക്സാമുകൾ 10th ലെവല്, ഗ്രാജുവേറ്റ് ലെവല്, അതുപോലെ തന്നെ +2 ലെവലിലും എക്സാം എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം +2 ലെവലിൽ എക്സാമുകൾ എഴുതുകയാണെങ്കിൽ നമ്മൾ ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യപ്പെടും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതായത് +2 ലെവലിലാണ് നമ്മൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഏതൊക്കെ പോസ്റ്റിലേക്ക് പോവാം? നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ഉണ്ട്. ഇനിഷ്യൽ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 19,900 ആണ്. നിങ്ങൾ ഇനിഷ്യൽ പേയ്മെൻറ്റ് കണ്ടിട്ട് ഇത് വളരെ കുറവാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇനിഷ്യൽ പേയ്മെൻറ്റ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നത് ഇൻ ഹാൻഡ്. നിങ്ങൾക്ക് DNS അലവൻസ് കാണും, ട്രാവൽ അലവൻസ് കാണും, മെഡിക്കൽ അലവൻസ് കാണും, അതുപോലെ തന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, സ്പെഷ്യൽ അലവൻസ് തുടങ്ങിയ ഒത്തിരി അലവൻസുകൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് ഇൻ ഹാൻഡ് കയ്യിൽ സാലറി വരുന്നത്. ഇത് വെറും ബേസിക് സാലറിയാണ്, ബേസിക് ആയിട്ടുള്ള സാലറിയാണ് ഈ കൊടുത്തിരിക്കുന്നത് 19,900 എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ പോസ്റ്റ് കഴിഞ്ഞ വട്ടത്തെ NTPC എക്സാമുകളിൽ സെലക്ട് ചെയ്ത വേക്കൻസി എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 4,319 4,319 പോസ്റ്റുകളാണ്, അല്ലെങ്കിൽ അത്രയും വേക്കൻസികളാണ് അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആണ്. അതും ഈ പറഞ്ഞ സാലറി തന്നെയാണ് വരുന്നത്. ആൻഡ് അത് നോക്കുകയാണെങ്കിൽ 760 വേക്കൻസികളാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കുകയാണെങ്കിൽ ജൂനിയർ ടൈം കീപ്പർ പോസ്റ്റ് ആണ്, 19,900 തന്നെയാണ്. ആൻഡ് 17 വേക്കൻസികളാണ് ആ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്ത നോക്കുകയാണെങ്കിൽ ട്രെയിൻസ് ക്ലർക്ക് 19,900 തന്നെയാണ്. 592 വേക്കൻസികളാണ് കഴിഞ്ഞ എക്സാമിന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്ത നോക്കുകയാണെങ്കിൽ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കാണ്, 21,700 ബേസിക് പേയ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് 4,940 4,940 വേക്കൻസികളാണ് അതിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,628 വേക്കൻസികളാണ് കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഇത്രയും വേക്കൻസികൾ ഏകദേശം NTPCയിൽ ഈ പറയുന്ന അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രൂപ്പ് D തുടങ്ങിയ എല്ലാ എക്സാമുകളുടെ ചേർന്നിട്ട് ഈ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും മാത്രം ചേർന്നിട്ട് 30,000+ പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഈ വർഷവും അത്രയും പോസ്റ്റുകൾ തന്നെ വിളിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. അതുപോലെ തന്നെ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്, NTPCയുടെ എക്സാം നോട്ടിഫിക്കേഷൻ വരുമോ, അവരെ വിളിക്കുമോ എന്നുള്ളത്. ഈ വർഷം ഉറപ്പായിട്ടും വിളിക്കും എന്നാണ് നമുക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ടീം വെച്ചിട്ട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വിശ്വസിക്കാം. പക്ഷേ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒത്തിരി എക്സാമുകൾ വരുന്നുണ്ട്, CGL, CHSL, RPF, NTPC തുടങ്ങിയ ഒത്തിരി എക്സാമുകളാണ് വരുന്നത്. അപ്പോൾ ആ എക്സാമുകൾക്കെല്ലാം ഏകദേശം ഒരേ സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാത്തിനും കൂടി ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വലിയ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അതിന് താഴെ വരുന്ന പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാം. ഈ എത്രയാണ് ഏജ് ലിമിറ്റ് എന്ന് നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അണ്ടർ ഗ്രാജുവേറ്റ്
ഗ്രാജുവേറ്റ് ലെവലിൽ ഈ പറയുന്ന പോസ്റ്റുകൾ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, അക്കൗണ്ട് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ടൈം കീപ്പർ, ട്രെയിൻസ് ക്ലർക്ക്, കൊമേഴ്സ്യൽ കം ടിക്കറ്റ് ക്ലർക്ക് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. നമുക്ക് ട്രാഫിക് അസിസ്റ്റന്റ്, അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റിലെ ഇനിഷ്യൽ പേയ്മെന്റ് നോക്കുകയാണെങ്കിൽ 25,000 അല്ലെങ്കിൽ ഏകദേശം റൗണ്ട് അപ്പ് ചെയ്യുകയാണെങ്കിൽ 30,000 എന്തായാലും നിങ്ങൾക്ക് ഇനിഷ്യൽ പേയ്മെന്റ് കാണും. അതുപോലെ വേക്കൻസി 88 ആയിരുന്നു കഴിഞ്ഞ വട്ടം. ഗുഡ്സ് ഗാർഡ് അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യൽ പേയ്മെന്റ് 30,000 തന്നെ വരുന്നതായിരിക്കും. വേക്കൻസി 5,748 വേക്കൻസികളാണ് കഴിഞ്ഞ വട്ടം വിളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സീനിയർ കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്കിലേക്ക് ഇനിഷ്യൽ പേയ്മെന്റ് എന്ന് പറയുന്നത് 30,000 തന്നെയാണ്. ആൻഡ് 5,638 വേക്കൻസികളാണ് ആ ഒരു പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അതുപോലെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഈ പറയുന്ന 30,000 തന്നെയാണ് ബേസിക് പേയ്മെന്റ്. ആൻഡ് 2,873 വേക്കൻസികളാണ് ആ ഒരു പോസ്റ്റിലേക്ക് ഉണ്ടായിരുന്നത്. സീനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ 29,200 ആണ് പറയുന്ന ബേസിക് പേയ്മെന്റ്, അല്ലെങ്കിൽ 30,000 അത് തന്നെയാണ് ബേസിക് പേയ്മെന്റ്. ആൻഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ 3,164 വേക്കൻസികളാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അടുത്തത് സീനിയർ ടൈം കീപ്പർ, അതാണെങ്കിലും 30,000 തന്നെയാണ് ബേസിക് പേയ്മെന്റ് എന്ന് പറയുന്നത്. 14 വേക്കൻസികൾ ഉണ്ടായിരുന്നു. കൊമേഴ്സ്യൽ അപ്രന്റീസ് ആണെങ്കിൽ 35,400 ആണ് ബേസിക് പേയ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ 250 വേക്കൻസികൾ ഉണ്ടായിരുന്നു. അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് ഈ പറയുന്ന ബേസിക് സാലറി എത്രയാണ്? 36,000 ആണ്. ആൻഡ് വേക്കൻസി എന്ന് പറയുമ്പോൾ 6,865 വേക്കൻസികളാണ് കഴിഞ്ഞ വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടോട്ടൽ പറയുകയാണെങ്കിൽ 24,649 വേക്കൻസികളാണ് ഈ പറയുന്ന ഗ്രാജുവേറ്റ് ലെവലിൽ മാത്രം ഉണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ കണ്ടു ഒരു 10K പ്ലസ് വേക്കൻസികൾ അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വർഷവും അത്രയും തന്നെ വേക്കൻസികൾ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇപ്പോൾ വരുന്ന എക്സാമുകളാണെങ്കിൽ ഇപ്പോൾ CGL പോലുള്ള എക്സാമുകൾക്ക് 20K പ്ലസ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. ആൻഡ് അത് ഇനിയും കൂടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുപോലെ NTPCയിൽ നമുക്ക് ഇത്രയും വേക്കൻസികൾ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 33 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കാം ഈ പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D പോസ്റ്റുകളിലേക്കാണ് റെയിൽവേ എക്സാമുകൾ വഴി ഫില്ലായി പോകുന്നത്. അപ്പം ഗ്രൂപ്പ് A പോസ്റ്റുകൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ UPSC എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? UPSC പോസ്റ്റുകൾ UPSC എക്സാം നടത്തിയാണ് ഗ്രൂപ്പ് A പോസ്റ്റുകൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇന്ത്യൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എന്ന്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ റവന്യൂ സർവീസ് വഴിയാണ്, അല്ലെങ്കിൽ അതൊക്കെ ആ ഒരു UPSC എക്സാം വഴിയാണ് ഗ്രൂപ്പ് A പോസ്റ്റുകൾ ഫില്ലാവുന്നത്. ആൻഡ് ഗ്രൂപ്പ് B പോസ്റ്റുകൾ ഫില്ലാവുന്നത് ഗ്രൂപ്പ് C പോസ്റ്റുകളിലുള്ളവരെ പ്രൊമോഷൻ കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? ഗ്രൂപ്പ് B പോസ്റ്റുകളിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ ആണ് ഗ്രൂപ്പ് B പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ആൻഡ് ഗ്രൂപ്പ് C പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് Cയും ഗ്രൂപ്പ് Dയും പോസ്റ്റുകളുമാണ് SSC റെയിൽവേ എക്സാമുകൾ വഴി എന്ത് ചെയ്യുന്നത്? ഫില്ലായി പോകുന്നത്. അപ്പോൾ നമുക്കിനി ഗ്രൂപ്പ് D പോസ്റ്റുകളിൽ ഏതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന പോസ്റ്റുകൾ നോക്കാം. അപ്പം പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഹെൽപ്പർ ഉണ്ട്, ഹോസ്പിറ്റൽ അറ്റൻഡന്റ് ഉണ്ട്, പോയിന്റ്സ്മാൻ ഉണ്ട്, അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ഉണ്ട്, പോർട്ടർ ഉണ്ട്, ട്രാക്ക് മെയിൻറ്റൈനർ ഉണ്ട്, ഗേറ്റ് മാൻ ഉണ്ട്. അപ്പം ഇത്രയും പോസ്റ്റുകളാണ് ഗ്രൂപ്പ് D പോസ്റ്റുകളിലേക്ക് NTPC അപ്പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 to 31 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ 10th പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ITI ഫ്രം റെക്കഗ്നൈസ്ഡ് NCVT അല്ലെങ്കിൽ SCVT, അതും അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഫ്രം
NCVTയിൽ നിന്ന് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നോർമലി 10th പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ NTPC എന്ന് പറയുന്നത് വലിയൊരു ഹാർഡ് എക്സാം അല്ല. അത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അടുക്കും ചിട്ടയോടെ നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് NTPC എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും NTPC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രയും വലിയ കടുകട്ടി എക്സാം ഒന്നും അല്ല NTPC എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സിലബസും അത്യാവശ്യം നല്ല, നമുക്ക് പ്ലസ് ടു വരെ പഠിച്ചവർക്ക് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ്. ഇപ്പോൾ ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ 10th ലെവലിൽ തന്നെയാണ് എക്സാം. നമ്മൾ 10th വരെ നമ്മൾ എന്ത് പഠിച്ചോ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വരുന്നത്. കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ NTPC എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും, നിങ്ങൾ എക്സാംസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നത്, നിങ്ങൾക്ക് എത്രയൊക്കെ സാലറിയാണ് കയ്യിൽ ലഭിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ NTPC റിലേറ്റഡ് ആയിട്ട് ഒത്തിരി വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പോസ്റ്റുകളെ പറ്റിയിട്ടായാലും വേക്കൻസികളെ പറ്റിയിട്ടായാലും NTPC റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്വയറീസ് ഉണ്ടോ അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ കയറിയിട്ട് അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.